ഗൈസ് ഞങ്ങൾ ഇന്ന് തട്ടിക്കൂട്ട് നോമ്പ് തുറയാണ് കേട്ടോ. ഇന്ന് പൊറാട്ട പീടിയെന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. കാക്കുന്ന കറി വെക്കാനുള്ള ഉമ്മണ്ട് തോലൊളിക്കുന്നത്. ഇന്ന് തീരെ വയ്യ. ഇന്നലെയൊക്കെ നോമ്പൊക്കെ തുറക്കാൻ പോയ ക്ഷീണമായിരിക്കാം. അതുകൊണ്ട് പത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. ജ്യൂസും അടിക്കണം. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. ഗൈസിൻ്റെ താത്ത അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അവളെ പണി ഇപ്പോഴും ഇങ്ങനെ കഴിയുന്നേ ഉള്ളൂ അല്ലേ. ആ പണിക്കാർ കണ്ടോ ഇവിടെയൊക്കെ മതിൽ കെട്ടലും അതേപോലെ പ്ലംബിങ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത ടാങ്കൊക്കെ ഇനിയും വെക്കാനുണ്ട്. പണി തീർന്നില്ല. ഗൈസ് കൂടിയിട്ടാണ് പണി എടുപ്പിക്കുന്നത്. എനിക്ക് എന്താണ് നമ്മളെ വ്യൂസിനോട് പറയാനുള്ളത്? വീട് പണി തീർത്തിട്ടാണോ കൂടേണ്ടത് അല്ലെങ്കിൽ തീർക്കാണ്ടാണോ കൂടേണ്ടത്? വീട് പണി തീർത്തിട്ട് എല്ലാവരും കൂടാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടായി. എന്നും അടിച്ചൊരു തൊടുക്കുക, പൊടി തട്ടുക, അടിച്ചൊരു തൊടുക്കുക, പൊടി തട്ടുക, ബെഡ്ഷീറ്റ് ആറ്റുക, ചവിട്ടി മാറ്റുക, തന്നെ ഡെയിലി. ഇതാണ് ഗൈസോളം. ഇത് മനസ്സിലായില്ലേ? പണിക്കാർ കിട്ടിയില്ലേ? പത്തിരി ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ച് പിന്നെ അതാക്കുന്ന പത്തിരി ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം മോന് പൊലിച്ചക്ക് പത്തിരിയാ തിന്ന. അപ്പോൾ പിന്നെ ഉണ്ടാക്കിയില്ല, അവൻ ചോറൊന്നുമില്ല. അതാണ് പ്രശ്നം. പത്തിരി തന്നെ ഉണ്ടാക്കണം. വെള്ളം തളിച്ചിട്ട് അതിലേക്ക് പത്തിരിപ്പൊടി കൊടുക്കുക കേട്ടോ. പുട്ടോ കുടിക്കാനോ? ഗൈസ് പത്തിരിയൊക്കെ കുഴച്ചു. ഗൈസ് പത്തിരിയൊക്കെ വാട്ടിയിട്ടോ. വാട്ടി ഇതാക്കി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം നല്ല ചൂടായതുകൊണ്ട്. എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇത് വാട്ടി അപ്പം തന്നെ കുഴക്കണം. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ സ്വഭാവമുള്ളവരുടെ കമൻറ്റ് ചെയ്യണേ. ചൂടാകാനൊന്നും ഞാൻ നിൽക്കില്ല. ആ ചൂടോട് കാട്ടണം. എല്ലാവരും അങ്ങനെയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടേ? ചിലവല്ലേ ചൂടാറാൻ നിൽക്കേ. ചൂടാറിയാൽ പത്തിരി നന്നാവില്ല എന്നാണ് മദർ പറയുന്നത്. ഗൈസ് അങ്ങനെ ഗൈസ് പത്തിരിപ്പൊടി കഴിക്കട്ടെ കേട്ടോ. നല്ല ചൂടാണ്. ഗൈസ് താക്കുന്ന കറി അടുപ്പത്തായിട്ടോ. ഇന്നും ചിക്കൻ തന്നെയാണ്. ഇന്നലെ മീൻ കറിയായിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കിയത്. ഇന്നലെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ പോയതുകൊണ്ട് ഉമ്മയും ഉപ്പയും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇന്നലെ മീനായിരുന്നു. ഇന്ന് ചിക്കൻ തന്നെയാണ് കേട്ടോ. ഗൈസ് ഇത് പൽമപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പത്തിരി പരട്ടുമ്പോൾ നമ്മളിത് വേറെ തന്നെ വെക്കലാണ് കേട്ടോ. നമ്മൾ പത്തിരി പരട്ടാം. ഒന്നും മയക്കുള്ള കോളുണ്ട്. നല്ല ഇടിയാണ് കേട്ടോ പെട്ടെന്ന്. ഗൈസ് താക്കുന്ന ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതേപോലെ കറിയായി. പത്തിരി ഉമ്മ പുറത്തുനിന്ന് ചുടുന്നുണ്ട് കേട്ടോ. ഇന്ന് എണ്ണക്കടി പുറത്തുനിന്ന് വാങ്ങുകയാണേ. പത്തിരിയൊക്കെ ചുട്ടിട്ടോ. ഉമ്മ ചോറിന് വെള്ളം വെച്ചതാണ്. പത്തിരി ചുടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ അടുപ്പത്ത് ഇന്ന് ഇതാക്കുന്ന സമൂസയും ഉന്നക്കായും ആണ് കേട്ടോ. പത്തിരി ഇതാക്കുന്ന കറി ഇതാക്കുന്ന ചായ. അപ്പം ഞങ്ങൾ കുടിക്കട്ടെ കേട്ടോ. നോമ്പ് തുറക്കട്ടെ. നോമ്പ് തുറന്നിട്ടോ. ഉന്നക്കായ കഴിക്കട്ടെ. നാട്ടിലുള്ള നൈസ് ബേക്കറിയിലെ ഉന്നക്കായ കേട്ടോ. അത് അടിപൊളി സോഫ്റ്റാണ് കേട്ടോ. ഇതാ സൂപ്പർ. ഇതാക്കുന്നിട്ട് വത്തക്ക ജ്യൂസാണ് അടിച്ചതെന്ന്. പത്തിരി ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാക്കുന്നത് നമ്മൾ 4ാമത്തെ നോമ്പും തുറന്ന്. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ഷോർട്ടായത് വീഡിയോ. ലെങ്ത്തൊക്കെ കുറയാൻ കാരണം അതുകൊണ്ടാണ്.
പിന്നെന്താ എത്ര പെട്ടെന്നല്ലേ 4ാമത്തെ നോമ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ.